തിരുവനന്തപുരം കഴക്കൂട്ടത്ത് ഹോസ്റ്റൽ മുറിയിൽ കയറി യുവതിയെ പീഡിപ്പിച്ച സംഭവത്തിൽ പ്രതി എത്തിയത് മോഷണത്തിനെന്ന പോലീസ്. മോഷണ ശ്രമത്തിനിടെയാണ് ഈ പെൺകുട്ടിയെ കണ്ടതും അവരെ പീഡിപ്പിക്കാൻ ശ്രമിച്ചതും. ഹോസ്റ്റലിന് സമീപത്തെ വീടുകളിലും പ്രതി മോഷണ ശ്രമം നടത്തിയെന്ന് പോലീസ് കണ്ടെത്തി. റിനു ശ്രീധർ ചേരുകയാണ്. റിനു, ശരിക്കും ഈ കുട്ടിക്കുണ്ടായ മാനസിക അസ്വാസ്ഥ്യം ഈ കള്ളനുണ്ടോ അറിയുന്നു. ഇയാളൊരു മധുരയിലെ ലോറി ഡ്രൈവറാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇയാൾക്ക് പരമാവധി ശിക്ഷ പോലീസിന് വാങ്ങിച്ചു കൊടുക്കാൻ കഴിഞ്ഞാൽ കുറ്റം സമ്മതിച്ചു എന്നും നമുക്ക് വിവരം കിട്ടിയിട്ടുണ്ടല്ലോ. റിനു, വിവരങ്ങൾ. SK അസാധാരണമായിട്ടുള്ള ഒരു സംഭവം, ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവം തന്നെയാണ്. കഴക്കൂട്ടത്ത് IT മേഖലയാണ്. അന്യരാജ്യങ്ങളിൽ നിന്ന് പോലും പെൺകുട്ടികളടക്കം താമസിക്കുന്ന സ്ഥലം. ഈ ഹോസ്റ്റൽ മുറിക്കുള്ളിലേക്ക് എത്തി ഈ പെൺകുട്ടിയെ പീഡിപ്പിക്കാൻ ശ്രമിക്കുകയായിരുന്നു എന്നുള്ളതാണ് പോലീസ്. കൃത്യമായി ഏകദേശം 50ഓളം ഉദ്യോഗസ്ഥർ കൃത്യമായി അന്വേഷിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ദിവസം തമിഴ്നാട്ടിൽ നിന്ന് ഈ മധുര സ്വദേശിയെ ലോറി ഡ്രൈവറെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തത്. ഈ ലോറി ഡ്രൈവറെ കൃത്യമായി ചോദ്യം ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇയാൾ അവിടെ എത്തിയത് മോഷണത്തിനാണ് എന്നുള്ളത്. അതായത് ലോറിയുമായി ഇവിടെയൊക്കെ വരും, ആ പ്രദേശത്ത് മോഷണം നടത്തും, അതിനുശേഷം തിരികെ മടങ്ങും. ഇതാണ് അദ്ദേഹത്തിൻ്റെ പതിവ് രീതി. ഈ ഹോസ്റ്റലിൻ്റെ സമീപ പ്രദേശത്തെ വീടുകളിൽ കയറി മോഷണ ശ്രമം നടത്തിയിരുന്നു. ഇതിൻ്റെ CCTV ദൃശ്യങ്ങൾ അടക്കം പോലീസിന് ലഭിച്ചിട്ടുണ്ട്. തുടർന്നാണ് ഇയാൾ ഈ ഹോസ്റ്റലിലേക്ക് എത്തുന്നത്. ഈ പെൺകുട്ടി ഹോസ്റ്റൽ റൂം, അതായത് മുറിയുടെ വാതിൽ ലോക്ക് ചെയ്തിരുന്നില്ല എന്നുള്ളതാണ്. അതായത് ഒപ്പം താമസിക്കുന്ന ഒരു പെൺകുട്ടി കൂടി എത്താനുള്ളത് കൊണ്ട് തന്നെ റൂം ലോക്ക് ചെയ്തിരുന്നില്ല. ആ സമയം നോക്കിയാണ് ഇയാൾ അകത്ത് കടക്കുകയും ഈ ലോക്ക് ചെയ്യാതിരുന്നത് കൊണ്ട് തന്നെ ഈ റൂമിനകത്തേക്ക് പ്രവേശിക്കുകയും ചെയ്തത് എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. എന്തായാലും ഈ ഹോസ്റ്റലിനുള്ളിലും പ്രതി കയറിയത് മോഷണത്തിന് വേണ്ടിയായിരുന്നു. മോഷണ ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇയാൾ ആയുധം ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ട് ഈ പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്തുകയും പീഡിപ്പിക്കുവാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്തത്. ഈ കുട്ടി ഉച്ചത്തിൽ നിലവിളിച്ച അതിൻ്റെ ഭാഗമായിട്ടാണ് ഇയാൾ പുറത്തേക്ക് ഇറങ്ങി ഓടുകയും ചെയ്തത്. എന്തായാലും കേരള പോലീസ് ഉണർന്നു പ്രവർത്തിച്ചു. മണിക്കൂറുകൾക്കകം അല്ലെങ്കിൽ 1-2 ദിവസങ്ങൾക്കകം തന്നെ പ്രതിയെ പിടികൂടുകയും ചെയ്തു. SCP പറയുന്നത് ഒരു തരത്തിലുള്ള തെളിവും ഇവർക്ക് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഈ പ്രതി അവശേഷിച്ചിരുന്നില്ല എന്നുള്ളതാണ്. എങ്കിൽ പോലും കേരള പോലീസ് ഉണർന്നു പ്രവർത്തിക്കുകയും 2 ദിവസത്തിനുള്ളിൽ പ്രതിയെ തമിഴ്നാട്ടിൽ നിന്ന് പിടികൂടുകയും ചെയ്തു. ഇപ്പോൾ കൂടുതൽ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. SKN ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.